സോപ്പ് വെച്ച സംഭവം പറയട്ടെ. പറയാൻ പോണ കാര്യങ്ങൾ കുറച്ച് ഡിസ്റ്റർബിങ് ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് അടിക്കണോ ഇപ്പോൾ സ്കിപ്പ് അടിക്കുക. ഓക്കെ, 1939-40 കാലഘട്ടങ്ങളിൽ നോർത്തേൺ ഇറ്റലിയിലെ കൊറാജോ എന്ന് പറഞ്ഞ ടൗണിൽ ലിയോനാർദ ചിയഞ്ചുള്ളി എന്ന് പറഞ്ഞിട്ട് സ്ത്രീ ഉണ്ടായിരുന്നു. ഭയങ്കര അന്ധവിശ്വാസിയായിരുന്നു ലിയോനാർദ. ഓൾമോസ്റ്റ് 17 അബോർഷൻസ് ലിയോനാർദയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ട 4 കുട്ടികളുടെ ദീർഘായുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് ഹ്യൂമൻസിനെ ബലി കൊടുക്കാണ്ട് ലിയോനാർദ തീരുമാനിക്കുകയാണ്. ഈ സമയത്താണ് വേൾഡ് വാർ 2 തൻ്റെ മൂത്ത മകനെ മാൻഡറ്ററി ആയിട്ട് പങ്കെടുപ്പിക്കണം എന്ന് അന്നത്തെ ഗവൺമെൻറ് ലിയോനാർദയുടെ അടുത്ത് പറയുകയും തൻ്റെ മൂത്ത മകൻ്റെ ആരോഗ്യത്തിനും ആയുസ്സിനും വേണ്ടിയിട്ട് 3 പേരെ ബലി കൊടുക്കാണ്ട് ലിയോനാർദ തയ്യാറായി. അതിനുവേണ്ടി 3 സ്ത്രീകളെയാണ് ലിയോനാർദ സെലക്ട് ചെയ്തത്. ആദ്യത്തെ സ്ത്രീനെ വിവാഹാലോചന ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിച്ച് കൊല്ലുകയായിരുന്നു. രണ്ടാമത്തെ സ്ത്രീനെ ജോലി വാഗ്ദാനം ചെയ്ത് ബലി കൊടുത്തു. മൂന്നാമത്തെ സ്ത്രീനെ വളരെ തന്ത്രപരമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ബലി കൊടുക്കുകയായിരുന്നു. പക്ഷേ ഈ മൂന്നാമത്തെ സ്ത്രീ താൻ ലിയോനാർദയുടെ വീട്ടിലേക്കാണ് പോണതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തം വീട്ടിൽ. മൂന്നാമത്തെ സ്ത്രീയെ കാണാതെയായപ്പോൾ സ്വാഭാവികമായിട്ടും തൻ്റെ വീട്ടുകാർ പോലീസിന് കംപ്ലയിൻറ്റ് കൊടുത്തു. അവസാനമായിട്ട് ലിയോനാർദയുടെ വീട്ടിലേക്കാണ് പോകണമെന്നും പറഞ്ഞു. അവസാനം പോലീസ് ലിയോനാർദയുടെ വീട്ടിലെത്തി ലിയോനാർദനെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം വളരെ ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് പോലീസ് അറിഞ്ഞത്. അതായത് ഈ 3 സ്ത്രീകളുടെയും ഫാറ്റ് ഉരുക്കിയെടുത്ത് കോസ്റ്റിക് സോഡയായിട്ട് മിക്സ് ചെയ്ത് ലിയോനാർദ സോപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവരെ രക്തവും ഊറ്റിയെടുത്ത് വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്ത് ലിയോനാർദ കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ സോപ്പും കേക്കും ലിയോനാർദ അവരുടെ നൈബേഴ്സിന് അയൽവാസികൾക്കെല്ലാം കൊടുക്കുകയും അയൽവാസികൾ ഇത് യൂസ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പോലീസിനോട് ലിയോനാർദ പറഞ്ഞത് ആ കേക്കുകൾക്ക് ഭയങ്കര രുചി ഉണ്ടായിരുന്നു എന്നാണ്. കോടതി കൊണ്ടുപോയി കോടതി ഓൾമോസ്റ്റ് 30 വർഷം തടവും 3 വർഷം സൈക്കാട്രിക് അസൈലത്തിൽ സെർവ് ചെയ്യണമെന്നും പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ലിയോനാർദ മരിച്ചുപോയി. അന്നത്തെ മാധ്യമങ്ങളും പത്രങ്ങളും ലിയോനാർദയ്ക്ക് ചാർത്തി കൊടുത്ത പേരാണ് ദി സോപ്പ് മേക്കർ ഓഫ് കൊറാജിയോ എന്ന്. ഇൻട്രസ്റ്റിംഗ് അല്ലേ?